ഇപ്പോൾ ഗണേഷ് കുമാർ മാത്രമല്ല പ്രതിസന്ധിയിലായത്, ആ സർക്കാർ തന്നെ പ്രതിസന്ധിയിലായി. ഇപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ PR വഴക്കുകൾ വളരെ നന്നായി പുരോഗമിക്കുന്നു. അതിനിടയിൽ കോൺഗ്രസ് വലിയ ജാഥയൊക്കെ നടത്തി. പക്ഷേ ആ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള അനൈക്യം വലിയ ചർച്ചയായിട്ട് മാറുകയും ചെയ്തു. ആ സമയത്ത് ഇടത് മുന്നണിക്ക് വലിയ മുൻതൂക്കമുണ്ട് എന്ന് കരുതിയപ്പോഴാണ് ഈ വിവാദം ഉണ്ടായി വന്നത്. അപ്പോൾ ഗണേഷ് കുമാർ ഇപ്പോൾ വലിയ സത്യസന്ധരൊക്കെ കളിച്ചെങ്കിലും പിന്നീട് ഭാര്യയുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, എന്നെ ഫോണിൽ വിളിച്ച് ക്ഷമ പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സാധനം മുന്നിൽ വെച്ചുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടവുമായി ഉണ്ടായ പ്രശ്ന സമയത്ത് ഇടതു മുന്നണി എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തത്. നിയമസഭയിൽ പോലും രാഹുലിനെ കയറ്റാൻ പറ്റില്ല എന്ന തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. അന്ന് കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് രാഹുലിനെ ചേർത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ ചിറകിനുള്ളിലേക്ക് ഒതുക്കി പിടിക്കുന്ന ഒരു നിലപാടുണ്ട്. ഇവിടെ ഗണേഷ് കുമാറിനെ എന്ത് ചെയ്യും? ഈ ഗണേഷ് കുമാർ സത്യത്തിൽ വലിയ ആർജവമുള്ള വലിയ കാഴ്ചപ്പാടുള്ള മന്ത്രിയാണ്. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് KV ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് വരുന്നത്. ആ സമയത്ത് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന KSRTCയെ പതുക്കെ വരുമാനമൊക്കെ നേടിയെടുത്ത് ലാഭത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നത് KV ഗണേഷ് കുമാറാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യം കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് പിന്നീട് ഈ പറയുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും വന്നത്. ഇപ്പോൾ LDF സർക്കാരിന്റെ കാലത്ത് KV ഗണേഷ് കുമാർ ആയിരുന്നു ആദ്യ ടൈമിൽ മന്ത്രിയാകേണ്ടത്. ആദ്യ ടൈമിൽ മന്ത്രിയാകാൻ പോയപ്പോൾ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രശ്നമുണ്ടായി. അതായത് സഹോദരി സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടാവുകയും അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആന്റണി രാജുവിന് മുമ്പ് മന്ത്രിയാകേണ്ട KV ഗണേഷ് കുമാറിന് ഒരുപക്ഷെ ആ പദവി ആ സമയത്ത് നഷ്ടപ്പെട്ടു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.